നമസ്കാരം. കലിയുഗത്തിൽ ധർമ്മം സംരക്ഷിക്കാൻ ജനിച്ച കലിയുഗവരതനായ അയ്യപ്പനെ തൊട്ട് കളിച്ചാൽ പണി ഉറപ്പാണ് എന്ന് ഭക്തജനങ്ങൾ പണ്ടു മുതലേ പറയാറുണ്ട്. അത് മനസ്സിലാക്കി അയ്യപ്പൻ്റെ പരിസരത്ത് പോലും പോവാതെ തടി തപ്പുകയാണ് അധർമ്മികൾ പൊതുവെ ചെയ്യുന്നത്. എന്നാൽ അധർമ്മം ചെയ്തു കൂട്ടുകയും അയ്യപ്പനെ പോലും പറ്റിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരും ചോദിച്ച് പണി വാങ്ങുന്നതിൻ്റെ നഗ്ന ദൃശ്യങ്ങളാണ് കഴിഞ്ഞ കുറേ നാളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അയ്യപ്പൻ്റെ ആചാരങ്ങൾ 2018 ബോധപൂർവം ലംഘിക്കാൻ നടത്തിയ പുരോഗമന സമരം ഈ സർക്കാരിനെയും ഈ പാർട്ടിയെയും എത്തിച്ചത് എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ നാറി നശിച്ച് പിണറായിയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും പാർട്ടിയും മന്ത്രിമാരുമൊക്കെ ഇപ്പോൾ കടലിൽ താഴാതിരിക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് പിണറായിയോട് ഏതോ ഒരു ജോത്സ്യൻ കൽപ്പിക്കുന്നത് അയ്യപ്പ കോപവും ബ്രാഹ്മണ ശാപവും മാറ്റാതെ രക്ഷയില്ല എന്ന്. പ്രത്യേകിച്ച് പിണറായിയുടെ ആരോഗ്യം വഷളായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിന് പരിഹാരമായാണ് അയ്യപ്പ ആഗോള സംഗമം പദ്ധതിയിടുന്നത്. അയ്യപ്പ ആഗോള സംഗമം വഴി ലക്ഷ്യമിട്ടത് അയ്യപ്പൻ്റെ യശസ് ലോകമെങ്ങും എത്തിക്കുകയാണ് എന്ന് പറഞ്ഞിടത്ത് തന്നെ അയ്യപ്പനെ അവഹേളിച്ചു തുടങ്ങി. അയ്യപ്പൻ്റെ യശസ് എത്താത്തിടം ഒരിടവുമില്ല. അയ്യപ്പനെ കാണാൻ എത്തുന്ന ഭക്തജനങ്ങൾക്ക് അതിനുള്ള അവസരം ഇല്ല എന്നതാണ് വാസ്തവം. ഒരു ദിവസം 80,000-ഓ 70,000-ഓ പേരെ മാത്രം അയ്യപ്പനെ കാണാൻ അനുവദിച്ച് ബാക്കിയുള്ളവരെ മടക്കി അയക്കുന്നിടത്താണ് അയ്യപ്പൻ്റെ യശസ് വർദ്ധിപ്പിച്ച് ആളെ കൂട്ടാൻ പിണറായി വിജയനും കൂട്ടരും തട്ടിപ്പിനിറങ്ങിയത്. ഇതിൻ്റെ പിന്നിൽ 2 ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഏതു പദ്ധതി പ്രഖ്യാപിച്ചാലും അതിൻ്റെ പിന്നിൽ കമ്മീഷൻ കൈപ്പറ്റാൻ ശ്രമിക്കുന്ന പിണറായിസ്റ്റ് CPM-ൻ്റെ രീതിശാസ്ത്രമാണ് ഒന്നെങ്കിൽ, രണ്ടാമത്തേത് അയ്യപ്പ കോപം അകറ്റാനുള്ള ജ്യോത്സ്യവിധി പ്രകാരമുള്ള പാപപരിഹാരമായിരുന്നു. പിണറായി വിജയൻ ചെയ്ത പാപം ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ളവർക്കായി വീതിച്ചു കൊടുക്കുക എന്നതായിരുന്നു ഈ പദ്ധതിയുടെ ആത്മീയ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ലോക കേരള സഭ അടക്കമുള്ളവരെ ഇവിടേക്ക് എത്തിക്കാൻ ശ്രമിച്ചത്. എന്നാൽ പിണറായിയുടെ പാപവിതരണ ഗൂഢാലോചന തിരിച്ചറിഞ്ഞ് കഴിയുന്നതും ആളുകൾ വിട്ടുനിന്നു. 3000 പേരെ തെരഞ്ഞെടുത്ത് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുപ്പിക്കും എന്ന് പറഞ്ഞിട്ടും സ്റ്റേജ് നിറയാനുള്ള ആളെത്തിയില്ല. ഒരൊറ്റ സ്റ്റേജിലും അന്ന് ആളുണ്ടായില്ല എന്നത് എല്ലാവർക്കും അറിയാം. അങ്ങനെ അടപടലം ആ അയ്യപ്പ സംഗമം പൊളിഞ്ഞുപോയി. ഇത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയുള്ള തട്ടിക്കൂട്ട് പരിപാടിയാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനെതിരെ കോടതിയെ സമീപിച്ചപ്പോൾ കോടതി കർശനമായ ഉപാധികളോടെയാണ് അയ്യപ്പ സംഗമം നടത്താൻ അനുമതി നൽകിയത്. 1 രൂപ പോലും ദേവസ്വം ബോർഡിനോ സർക്കാരിനോ ബാധ്യത വരില്ല എന്ന് സർക്കാർ സത്യവാങ്മൂലം കൊടുത്തപ്പോൾ ആ ഉറപ്പിൻ്റെ പുറത്തായിരുന്നു അയ്യപ്പ സംഗമത്തിന് അനുമതി കൊടുത്തത്. ഏതാണ്ട് 7 കോടിയിൽ അധികം രൂപ ഈ തട്ടിപ്പ് പരിപാടിക്ക് വേണ്ടി മുടക്കി. സ്പോൺസർമാർ പണം തരും എന്നായിരുന്നു പ്രഖ്യാപനം. സംഗമം കഴിഞ്ഞ് 45 ദിവസത്തിനകം മുഴുവൻ വിശദാംശങ്ങളും വരവ് ചെലവ് കണക്കും സമർപ്പിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. സെപ്റ്റംബർ 20-നായിരുന്നു അയ്യപ്പ സംഗമം. അതിനുശേഷം 45 ദിവസത്തിനകം കണക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കൊടുത്തില്ല. 45 ദിവസം കഴിഞ്ഞു. കോടതി ശകാരിച്ചു. 1 മാസം കൂടി നീട്ടി ചോദിച്ചു. ആ 1 മാസത്തിലും കണക്ക് കൊടുത്തില്ല. അങ്ങനെ വൈകി മനസ്സില്ലാ മനസ്സോടെ സമർപ്പിച്ച കണക്കിൽ അടിമുടി തട്ടിപ്പ്. പിണറായിയുടെ പാപം വിതരണം ചെയ്യുന്നതിനൊപ്പം തട്ടിപ്പ് നടത്തുക എന്ന ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായിരുന്നല്ലോ. ടെൻഡർ വിളിക്കാതെയാണ് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് 4 കോടിയിലധികം രൂപയുടെ പണി കൊടുത്തത് എന്ന് കണക്കിൽ നിന്ന് വ്യക്തം. അയ്യപ്പ സംഗമം നടന്ന ഉച്ചയ്ക്ക് പോലും 3000 പേർ ഉണ്ണാനില്ലായിരുന്നു എന്ന് വ്യക്തമായിട്ടും അന്ന് രാത്രിയിൽ 3000 പേർ ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞാണ് ലക്ഷങ്ങൾ എഴുതിയെടുത്തിരിക്കുന്നത്. അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാനെത്തിയ മുതലാളിമാർക്ക് താമസിക്കാൻ മൂന്നാറിലും കുമരകത്തും ഹോട്ടൽ ബുക്ക് ചെയ്ത വകയിൽ കോടികൾ അടിച്ചുമാറ്റിയിരിക്കുന്നു. അങ്ങനെ സകല അർത്ഥത്തിലും ഭക്ഷണത്തിൻ്റെ പേരിലും താമസത്തിൻ്റെ പേരിലുമൊക്കെ ആളെത്താത്ത ഈ പരിപാടി കോടികളാണ് അടിച്ചുമാറ്റിയത്. സകല സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയും ശബരിമലയിലുള്ള സകല ഡിപ്പാർട്ട്മെൻറ്റുകളിലെയും ഉദ്യോഗസ്ഥരെയും റിസർവ് പോലീസിനെയും ഒക്കെ ഇരുത്തിയിട്ടും കസേര കാലിയായി കിടന്നിടത്താണ് സംഗമം കഴിഞ്ഞ് രാത്രിയിൽ 3000 പേർക്ക് ഭക്ഷണം കൊടുത്തു എന്ന് കള്ളക്കണക്കുണ്ടാക്കിയത്. അങ്ങനെ അടിമുടി കള്ളക്കണക്കെഴുതി കൊടുത്തിട്ടും 3.5 കോടി രൂപ നഷ്ടമെന്ന് റിപ്പോർട്ട്. എന്ന് വെച്ചാൽ
1 രൂപ പോലും ഖജനാവിൽ നിന്നോ ദേവസ്വം ബോർഡിൽ നിന്നോ എടുക്കില്ല എന്ന് പറഞ്ഞ് നടത്തിയ സമ്മേളനത്തിന് 4 കോടി രൂപ മാത്രമാണത്രേ സ്പോൺസർഷിപ്പ് കിട്ടിയത്. ഈ തട്ടിക്കൂട്ട് പാപവിതരണ പരിപാടിയിൽ പങ്കെടുത്താൽ അത് സ്പോൺസർ ചെയ്താൽ പണി കിട്ടുമെന്ന് ഭയന്ന് പരമ്പരാഗതമായി സ്പോൺസർ ചെയ്തവർ പോലും പിന്മാറിയതോടെ സർക്കാർ വെട്ടിലായി. ഇന്നിപ്പോൾ ശബരിമല കൊള്ളയുടെ പിന്നാലെ ഈ 3.5 കോടി രൂപയുടെ ബാധ്യത ആരുടെ തലയിൽ കെട്ടിവയ്ക്കും എന്ന ആശങ്കയാണ് CPM-നും സർക്കാരിനുമുള്ളത്. ഈ 3.5 കോടി രൂപയുടെ ബാധ്യത സർക്കാരിനോ ദേവസ്വം ബോർഡിനോ ഏറ്റെടുക്കാൻ കഴിയില്ല. കോടതി കർശനമായ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ പിന്നെ ആരുടെ തലയിൽ വരും ഈ ബാധ്യത? ഇനിയും സ്പോൺസർമാരെ കണ്ടെത്തുമെന്നാണ് പറയുന്നതെങ്കിലും അത് സാധ്യമല്ലെന്ന് ഉറപ്പാണ്. എന്ന് വെച്ചാൽ 2018 മുതൽ ആരംഭിച്ച ഭഗവാനോടുള്ള ഇവരുടെ വിരോധം തിരിച്ച് പണിയായി കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഒന്ന് തീരുന്നതിന് മുൻപ് മറ്റൊന്നായി. ശബരിമലയിലെ മോഷണത്തിൻ്റെ ഉത്തരവാദിത്വം UDF-ന്റെ തലയിലിടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഏക്കുന്നില്ലെന്നും അയ്യപ്പനെ മോഷ്ടിക്കാൻ ശ്രമിച്ചത് ഈ കള്ളന്മാരാണെന്നും ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുമ്പോഴാണ് അയ്യപ്പ സംഗമത്തിൻ്റെ പേരിൽ വീണ്ടും ഒരു 3.5 കോടി കൂടി ശബരിമലയിൽ നിന്നും അടിച്ചു മാറ്റിയതായി വാർത്ത പുറത്തു വരുന്നത്. അതിന് പിന്നാലെയും കോടതി കൂടുമ്പോൾ പിണറായിക്കും കൂട്ടർക്കും തലയിൽ മുണ്ടിട്ട് പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. അയ്യപ്പനെ ചൊറിഞ്ഞും അപമാനിച്ചും പണി ഇരന്നു വാങ്ങിയ ഇക്കൂട്ടർ എവിടെ കൊണ്ട് ഈ പാപമെല്ലാം തീർക്കുമെന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ.